ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മളൊരു സബ്സ്ട്രാക്ഷൻ്റെ ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് മിക്കവർക്കും ഈ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കടം കൊടുക്കുക അല്ലെങ്കിൽ ബോറോ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിൽ നമുക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബോറോ ചെയ്യൽ ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ, അങ്ങനെ ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെ ബോറോ ചെയ്യാതെ അല്ലെങ്കിൽ കടം കൊടുക്കാതെ ഈസി ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ട്രിക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനിവിടെ ഞാൻ 2 നമ്പേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള നമ്പേഴ്സ് 65 and 29 ആണ്. ഞാൻ 65ൽ നിന്ന് 29 ആണ് കുറയ്ക്കാൻ പോകുന്നത്. നോർമലി നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബോറോ ചെയ്യണം അല്ലേ. 65ൽ നിന്ന് 29 കുറയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ 5നെ 15 ആക്കി ബോറോ ചെയ്ത് ഇവിടെ 5 ആക്കി അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഈ ബോറോ ചെയ്യുന്ന സ്റ്റെപ്പിനേക്കാൾ വളരെ എളുപ്പത്തിലുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മളിവിടുത്തെ രണ്ടാമത്തെ നമ്പറിനെയാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഏത് നമ്പറിനെയാണോ നമ്മൾ കുറയ്ക്കുന്നത് ആ നമ്പറിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആ നമ്പർ 29 ആണല്ലേ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 29നെ അതിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന 10ൻ്റെ മൾട്ടിപ്പിളിലേക്ക് ചേഞ്ച് ചെയ്യണം. 10ൻ്റെ ഗുണിതത്തിലേക്ക്. 10ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 10, 20, 30, 40 അങ്ങനെ അങ്ങ് പോകും അല്ലേ. അപ്പോൾ 29ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന 10ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് 30 ആണ്. 29നെ 30ലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 കൂട്ടിയാൽ മതി അല്ലേ. അപ്പം ഞാൻ 29ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിനെ 30 ആക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊരു സബ്സ്ട്രാക്ഷൻ ആണ് അല്ലേ. ഇതിൽ ഒരു നമ്പറിനെ മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്ത് ഒരു കാര്യം നമ്മൾ രണ്ടാമത്തെ നമ്പറിൽ ചെയ്യുന്നു അതേ കാര്യം തന്നെ നമ്മൾ ഒന്നാമത്തെ നമ്പറിലും ചെയ്യണം. സെയിം നമ്പർ 2 നമ്പേഴ്സിൽ നിന്നും കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ടിൽ ഒരു ചേഞ്ചും വരില്ല. കുറയ്ക്കുകയാണെങ്കിലോ കൂട്ടുകയാണെങ്കിലോ ഒന്നും ഒരു ചേഞ്ചും നമുക്ക് റിസൾട്ടിൽ വരില്ല. അപ്പം 2 എണ്ണത്തിനെയും നമ്മൾ സെയിം നമ്പർ കൂട്ടാൻ പോവുക. അതുകൊണ്ട് നമ്മുടെ റിസൾട്ടിൽ ഒരു ചേഞ്ചും വരുന്നില്ല അല്ലേ. അതിൻ്റെ ഡിഫറൻസ് എപ്പോഴും സെയിം തന്നെയായിരിക്കും. അപ്പോൾ 29നെ 30 ആക്കാൻ ഞാൻ 1 കൂട്ടുന്നത് പോലെ തന്നെ 65ൻ്റെ കൂടെയും ഞാൻ 1 ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം 65 + 1 മൈനസ് 29 + 1. ഇപ്പം എത്ര ആൻസർ? 66 മൈനസ് 30 എന്നായില്ലേ. അപ്പോൾ ഈ 65 മൈനസ് 29 എന്നുള്ളതിനെ നമ്മൾ 66 മൈനസ് 30 എന്നാക്കി. ഇപ്പം എളുപ്പമായില്ലേ. നമുക്ക് ബോറോ ചെയ്യണോ? വേണ്ട. 6ൽ നിന്ന് 0 പോയാൽ 6 തന്നെയാണ്. 6ൽ നിന്ന് 3 പോയാൽ 36 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. അത് തന്നെയാണ് ഇവിടത്തെയും ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റെപ്പ് ഭയങ്കര എളുപ്പമല്ലേ ഈ ട്രിക്ക്. കാരണം എന്താ? നമുക്ക് ബോറോ ചെയ്യണ്ട. ഇത് നമുക്ക് 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് കുറയ്ക്കുമ്പോഴും ഈ സെയിം കാര്യം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് ഒരു 2 ഡിജിറ്റ് നമ്പർ കുറയ്ക്കുന്നതാണ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത്. 134 മൈനസ് 65 ആണ് ഞാൻ എടുത്തിരിക്കുന്ന നമ്പേഴ്സ്. ഈ 65ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന 10ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് 60 ആകാം 70 ആകാം അല്ലേ. പക്ഷെ നമ്മൾ എപ്പോഴും കൂട്ടിയിട്ടുള്ളത് പ്രിഫർ ചെയ്യണതാണ് നല്ലത്. കാരണം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ പണിയല്ലേ. അപ്പോൾ കൂട്ടിയാൽ മതി. 65ൽ നിന്ന് 5 കൂടി കൂട്ടുക. അപ്പോൾ 70 ആയി. അപ്പോൾ 65ന് നമ്മൾ 5 കൂട്ടി 70 ആക്കുകയാണെങ്കിൽ 134നെയും നമ്മൾ 5 കൂട്ടി 139 ആക്കണം. ഏതൊരു നമ്പറാണോ നമ്മൾ രണ്ടാമത്തെ സംഖ്യയോടുകൂടി കൂട്ടുന്നത് അതേ നമ്പർ തന്നെ ഒന്നാമത്തെ നമ്പറിൻ്റെ കൂടെയും കൂട്ടണം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 134 + 5 എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. 5 കൂട്ടിയാലാണ് 65 എന്നുള്ളത് 10ൻ്റെ ഗുണിതമായ 70ലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ 65ൻ്റെ കൂടെയും 5 കൂട്ടി. സോ നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? 139 മൈനസ് 70. അപ്പോൾ നമുക്കിനി എളുപ്പമായില്ലേ. 9ൽ നിന്ന് 0 പോയാൽ എത്രയാ? 9 തന്നെയാണ്. 13ൽ നിന്ന് 7 പോയാലോ? 6 ആണ് ഉത്തരം. സോ നമ്മുടെ ഉത്തരം 69 നമുക്ക് എളുപ്പത്തിൽ കിട്ടിയില്ലേ. അപ്പം എങ്ങനെയുണ്ട് ഈ ട്രിക്ക്? എല്ലാവർക്കും ഇത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇങ്ങനത്തെ എളുപ്പത്തിലുള്ള സിമ്പിൾ ആൻഡ് ഈസി ട്രിക്സ് ആയിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.